ഹായ് ഹലോ, ഇന്നൊരു ബ്രിഞ്ചോൾ പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായി വലിയൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വാരി വെച്ചു. 2 പൊട്ടറ്റോയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒന്ന് ചേർത്തിളക്കി വെക്കാം. വഴുതനങ്ങ അരിഞ്ഞതിലേക്കും ഇതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് ഒന്ന് പുരട്ടി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൊട്ടറ്റോ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിൻ്റെ എല്ലാ വശവും ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ആക്കണം. ഇപ്പോൾ ഏകദേശം പൊട്ടറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് വഴുതനങ്ങ പുരട്ടി വെച്ചേക്കുന്നത് കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. ഒന്നിളക്കി കൊടുത്താൽ മതിയാവും. അതും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് മാറ്റി വെക്കാം. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ആ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്തു. 2 പച്ചമുളക് കൂടി ഇടാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ സവാളയൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. അതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ആ പൊടി നന്നായി വഴറ്റിയെടുക്കണം. പൊടി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളി വേവുന്നത് വരെ വഴറ്റാം. ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. തക്കാളി ഇപ്പോൾ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് വഴുതനങ്ങ കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് മസാലയൊക്കെ
പൊട്ടറ്റോയിലൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊട്ടറ്റോ ഫുള്ള് കുക്കാകുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ കുക്കായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്ത് മിക്സാക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ബ്രിഞ്ചോൾ പൊട്ടറ്റോ മസാല റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.